ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോയമ്പിന്റെ 12-ാം ദിവസമായ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 13 വരെ ആസ്പദമാക്കി ഉള്ളതാണ്. നമുക്ക് ഈ ഭാഗത്ത് ഒരു പ്രധാന സന്ദേശം യേശു നൽകുന്നുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ഉപമയെക്കുറിച്ചാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ഇപ്പോൾ നോയമ്പ് കാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുമ്പോൾ ദാനം, മനസാന്തരം എന്നിവയാണ് നമ്മൾ ഈ നോയമ്പിലൂടെ പ്രധാനമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ അധ്യായത്തിൽ നിന്നുള്ള ഇന്നത്തെ സുവിശേഷം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ഉൾക്കാഴ്ചയ്ക്കും നൽകുന്ന ഒരു സമർത്ഥമായ ഒരു കാര്യസ്ഥന്റെ ഉപമയാണ് യേശു നമുക്ക് പറഞ്ഞു തരുന്നത്. തൻ്റെ സമ്പത്ത് എല്ലാം ഒരു കാര്യസ്ഥനെ ഏൽപ്പിക്കുന്ന ധനികന്റെ കഥയാണ് ഈ ഉപമയിൽ പറയുന്നത്. എന്നിരുന്നാലും ധനികന്റെ സ്വത്തുക്കൾ എല്ലാം പാഴാക്കിയതായി കാര്യസ്ഥന്റെ നേരെ ഒരു ആരോപണം വരുന്നുണ്ട്. കൂടാതെ തൻ്റെ പ്രവൃത്തികളുടെ കണക്ക് നൽകാൻ അയാളെ വിളിക്കുന്നുണ്ട് ധനികൻ. അയാളുടെ ജോലി നഷ്ടപ്പെടുവാനും അവിടെ നിന്ന് പുറത്താക്കുവാനും ഒക്കെ ആ കാര്യസ്ഥന്റെ നേരെ ആരോപണം വരുന്നതായി നമുക്ക് കാണാം. എന്നിരുന്നാലും അയാളുടെ ഒരു തന്ത്രം മൂലം അയാൾ ധനികന്റെ കടക്കാരുടെ അടുക്കൽ ചെന്ന് അയാളുടെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ അവരുടെ കടങ്ങളൊക്കെ കുറച്ച് തൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നതായി നമുക്ക് ഈ വേദഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഈ ഉപമയെ നമുക്ക് ഒരു സത്യസന്ധത ഇല്ലായ്മ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ തന്ത്രത്തെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്നതായി നമുക്ക് തോന്നാം. പക്ഷെ എന്നിരുന്നാലും യേശു ആ കാര്യസ്ഥന്റെ സത്യസന്ധത ഇല്ലായ്മയുടെ പ്രവൃത്തികൾ ഒരിക്കലും പ്രശംസിക്കുന്നില്ല. മറിച്ച് ആ കാര്യസ്ഥന്റെ കൗശലവും സാമർത്ഥ്യത്തെയും ആണ് യേശു പ്രശംസിക്കുന്നത്. കാര്യസ്ഥന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലും ഒരു രൂപകമായി വരുന്നുണ്ട്. നാം എല്ലാവരും ദൈവം തന്ന ദാനമാണ്. നമ്മളെല്ലാവരും നമ്മളെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ ദൈവം ഏൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് യേശു നമ്മുടെ ധനികനും നമ്മളൊക്കെ ഒരു കാര്യസ്ഥന്മാരുമാണ്. അത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതായി നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ധനികളും വിഭവങ്ങളും നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് നമ്മുടെ നിത്യവിധി നിർണയിക്കുന്നത്. ഈ പറയുന്ന പ്രവർത്തനത്തിലേക്കുള്ള ആഹ്വാനം നമുക്ക് 3 തരമുണ്ട്. ഒന്ന്, നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വിശ്വാസം. ഒരു മനുഷ്യരോട് നമുക്ക് എല്ലാവരോടും ഒരു വിശ്വാസം വേണം. ആ ധനികന്റെ വിശ്വാസമായിരുന്നു ആ കാര്യസ്ഥനെ ഏൽപ്പിച്ചത്. അയാളുടെ സമ്പാദ്യമെല്ലാം ആ കാര്യസ്ഥനെ ഏൽപ്പിച്ചത് അയാളിലുള്ള വിശ്വാസം മൂലമാണ്. അയാൾ അത് നഷ്ടപ്പെടുമ്പോൾ ആ ഉടമയുടെ വിശ്വാസമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. രണ്ടാമതായി വേണ്ടത് വിവേകം. നമ്മുടെ തീരുമാനമെടുക്കലിൽ നാം വിവേകിയും ജ്ഞാനിയുമാണോ എന്ന് നമ്മൾ ഓർക്കണം. പിന്നെ അവസാനമായി വേണ്ടത് ഔദാര്യം. നാം എങ്ങനെ മറ്റുള്ളവരോട് ഉത്തരവാദിത്തമില്ലായ്മ അനുകമ്പയുമുള്ളവരാണോ എന്ന് നമ്മൾ നോക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. ഇവിടെ ഞാൻ ഇത് ചുരുക്കുന്നു. നമ്മുടെ നോയമ്പുകാല യാത്ര തുടരുമ്പോൾ ദൈവത്തിന്റെ നിറങ്ങളുടെയും കൗശലവും വിശ്വസ്തനുമായ ഗ്രഹവിചാരനാകാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ നിത്യനായ വിധി എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ വിഭവങ്ങൾ വിവേകത്തോടും ഔദാര്യത്തോടും നാം ഉപയോഗിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈസ്റ്ററിലേക്ക് ഉള്ള നമ്മുടെ യാത്ര നമ്മെ നയിക്കുകയും ചെയ്യട്ടെ. ആമേൻ.